നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ പൈസയ്ക്ക് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണും. മക്കളെ, ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമാക്കുവാനായിട്ട്, ഒരു ചെറിയ സഹായമാകുവാനായിട്ട് കേരള സർക്കാരിന് ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. എല്ലാ മാസവും 1000 രൂപ വെച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, ഒരു അടിപൊളി സ്കീമാണ്. സ്കീമിനെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. സാധാരണ ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു പദ്ധതി വന്നിട്ടില്ല. കോളേജുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇത് ആദ്യമായിട്ടാണ്. എന്താണ് പദ്ധതി എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, നമ്മുടെ കേരള ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയ, അതായത് ഒരു 10-ാം തീയതിയോടുകൂടി ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷനാണിത്. 10/11/2025 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ പറയുന്നത് തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ നോക്കുന്ന തൊഴിലും നൈപുണ്യവും വകുപ്പിൽ നിന്ന് സംസ്ഥാനത്തെ തൊഴിലന്വേഷകരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വരിക. ഇതിന്റെ പേര് യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എന്നാണ്. യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എന്നുള്ളതാണ്. ഇനി PSC പരീക്ഷകളിലും ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ ഈ പദ്ധതി പ്രകാരം, ഈ പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട്, അല്ലെ എംപ്ലോയ്മെന്റ് ഡയറക്ടറാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതി കൊണ്ടുപോവുക. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. മക്കളെ, വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാനായിട്ട് തൊഴിൽ പരിശീലനം ആവശ്യമാണ്. അപ്പൊ ഈ തൊഴിൽ പരിശീലനത്തിന് ആവശ്യമായി സാമ്പത്തിക സഹായം വേണ്ട കുട്ടികൾക്ക് ആ സഹായം നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അത് ചിലപ്പോൾ നൈപുണ്യ പരിശീലനമായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കാതിരിക്കാം. ആ സ്കില്ല് പഠിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ എന്ന നിലയ്ക്ക് ഒരു വർഷത്തേക്കാണ് ലഭിക്കുക. ഓക്കെ, ഒരു മാസം 1000 രൂപ എന്ന നിലയ്ക്ക് ഒരു വർഷത്തേക്കാണ് ലഭിക്കുക. ഈ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും സ്കില്ല് പഠിക്കുന്നവരായിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരായിക്കോട്ടെ, 12 മാസത്തേക്ക് ഒരു മാസം 1000 രൂപ എന്ന നിലയ്ക്ക് 12,000 രൂപ ഒരു വർഷം കിട്ടാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു ചെറിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഇവിടെ കൊടുക്കുന്നുണ്ടോ മക്കളെ? 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളിൽ +2 VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി എന്നിവ വിജയിച്ചതിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ വിവിധ ജോലിക്ക് വേണ്ടിയോ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയോ തയ്യാറെടുക്കുന്നവരായിട്ടുള്ള യുവതി യുവാക്കൾക്കാണ് ഇതുള്ളത്. ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, കേരള സംസ്ഥാനത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. കേരളം എന്ന് പറയുന്ന അതിർത്തിക്കുള്ളിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടിയുടെ കുടുംബത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാവാനായിട്ട് പാടില്ല. അത് വാർഷിക വരുമാനമാണ്. ഒരു വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാകാനായിട്ട് പാടില്ല. അപേക്ഷിക്കുന്ന വർഷം ജനുവരി 1 അടിസ്ഥാനമാക്കി ആ കുട്ടിക്ക് 18 വയസ്സിനും 38 വയസ്സിനും ഇടയിൽ പ്രായവും ഉണ്ടാവണം. അത് കവിയാനും പാടില്ല. അടുത്ത ക്രൈറ്റീരിയ നോക്കിയേ, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് നിബന്ധനകൾ നോക്കിയ മക്കളെ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, അംഗീകൃത സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കോ UPSC, സംസ്ഥാന PSC, സംസ്ഥാന സർവീസ് സെലക്ഷൻ ബോർഡ്, അതായത് SSC, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസി, അതായത് നമ്മുടെ പൊതുമേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി, ഇവിടേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പൈസ കിട്ടുക. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുക. അതായത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5 ലക്ഷം പേര്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5 ലക്ഷം പേർക്കായിരിക്കും ഇതിന്റെ ഉപയോഗം ലഭിക്കുക. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലായിരിക്കും സ്കോളർഷിപ്പ്. ആദ്യം ആരാണോ അപ്ലൈ ചെയ്യുക, ആ അപ്ലൈ ചെയ്യുന്ന ക്രമത്തിനനുസരിച്ച്, ആ ഡേറ്റിനനുസരിച്ചിട്ടായിരിക്കും മുൻഗണനാ ക്രമം നിശ്ചയിക്കുക. ഓരോ അക്കാദമിക് തലത്തിലും എത്ര വീതം സ്കോളർഷിപ്പ് നൽകണമെന്ന കാര്യത്തിൽ ഓരോ വർഷവും അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്തിട്ടായിരിക്കും തീരുമാനമെടുക്കുക. ഓക്കെ, 5 ലക്ഷമാണ് നിലവിൽ. 5 ലക്ഷം ആദ്യം വരുന്ന ക്രമത്തിലായിരിക്കും എന്ത് ചെയ്യുക? ഇവർ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കുടുംബ വാർഷിക വരുമാനം പറഞ്ഞു,
1 ലക്ഷം രൂപയിൽ ഒരു വർഷം കവിയാനായിട്ട് പാടില്ല. അപ്പോൾ അത് തെളിയിക്കുന്ന അധികാരിയിൽ നിന്ന് കൃത്യമായിട്ട് അപേക്ഷകരുടെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും. വരുമാന സർട്ടിഫിക്കറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇനി ചില വ്യവസ്ഥകളോട് കൂടി പറയുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലോ സ്ഥാപനങ്ങളിലോ നിന്ന് ഏതെങ്കിലും സ്കോളർഷിപ്പ് നേടുന്ന കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് കഴിയില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന നൈപുണ്യ പരിശീലനമായിക്കോട്ടെ, മത്സര പരിശീലനമായിക്കോട്ടെ, ഒരു വ്യക്തിക്ക് 12 തവണ, ഒരു വർഷത്തിൽ 12 തവണ 12 മാസം മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഈ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. അതിനുശേഷം സ്കോളർഷിപ്പ് കിട്ടില്ല. അപ്പം ഒരു വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ്. ഇനി ഇത് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിലും സ്കോളർഷിപ്പ് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കത്തില്ല. ഇവർക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇപ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേനയായിട്ടായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ നൈപുണ്യ പരിശീലനം നേടുന്നയാൾക്ക് ഒരു സ്ഥാപന അധികാരി, നിങ്ങൾ എവിടുന്നാണോ പരിശീലനം നേടുന്നത് ആ സ്ഥാപനത്തിന്റെ അധികാരിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിയിരിക്കണം. അത് മറ്റാർക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഏതാണോ അധികാരി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, വാങ്ങേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ UPSCക്കോ അല്ലെങ്കിൽ സംസ്ഥാന PSCയിലോ ഒക്കെ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കണ്ടോ 1 ടൈം രജിസ്ട്രേഷൻ, ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, മത്സര പരീക്ഷകൾ സമർപ്പിക്കാൻ തെളിയിക്കുന്നതിനുള്ള രേഖകളോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ അപേക്ഷ അക്നോളജ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഡൗൺലോഡ് ചെയ്തോ, അല്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷനോ, നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ PSCയിലൊക്കെ ചെയ്യാറുണ്ട്, ആ 1 ടൈം രജിസ്ട്രേഷനോ ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് വെച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതൊരു സത്യവാങ്മൂലമായിട്ട് ചേർത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റ് JEO അല്ലെങ്കിൽ നെറ്റോ സെറ്റോ ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ സ്കോളർഷിപ്പ് നൈപുണ്യ വികസന പരിശീലന കോഴ്സ് അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലനത്തിനല്ലാതെ മറ്റ് കോഴ്സുകൾക്ക് അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് JEEക്കോ നെറ്റിനോ സെറ്റിനോ അല്ലെങ്കിൽ ഈ പരീക്ഷകൾക്കൊന്നും എന്ത് ചെയ്യത്തില്ല, ഇത് കിട്ടത്തില്ല. കാരണം ഇതൊക്കെ എന്താണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമല്ല, ക്വാളിഫിക്കേഷൻ ആണ്, എലിജിബിലിറ്റി ആണ്. ആ എലിജിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. മത്സര പരീക്ഷ അല്ലെങ്കിൽ നൈപുണ്യ വികസനം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് അപേക്ഷിക്കേണ്ടത് ഓരോ സാമ്പത്തിക വർഷവും ഒരു സമയമുണ്ടായിരിക്കും. അവിടെ employment.kerala.gov.in ഒരു വർഷത്തെ സ്കോളർഷിപ്പിന് അർഹരായതിനെ തുടർന്ന് അപേക്ഷിക്കുവാനായിട്ട് അർഹതയുണ്ടായിരിക്കില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അപേക്ഷിക്കാനായിട്ടും കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. സ്കോളർഷിപ്പ് 1000 രൂപ പരമാവധി 12 മാസമായിരിക്കും ലഭിക്കുക. കൃത്യമായിട്ട് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ തുക എങ്ങനെയാണ് ബാങ്കിലേക്ക് വരികയാണെന്നൊക്കെ പറയുന്നതിനുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പ്രായം തെളിയിക്കാൻ SSLC ബുക്ക് നിങ്ങൾക്ക് കാണിക്കാം. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാനും SSLC കാണിക്കാം. വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BPL കാർഡിന്റെ പകർപ്പ് നിങ്ങൾക്ക് കാണിക്കാം. ദെൻ പരിശീലന സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം, മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിനുള്ള വിവരങ്ങൾ ഇതിൽ ഏതെങ്കിലും കാണിക്കാം. ദെൻ അപേക്ഷകൻ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക്, അതിൻ്റെ IFSC കോഡ്, ആധാറിന്റെ പകർപ്പ് പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റ് വ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക. ഇതാണ് നമ്മൾ സ്ഥാപന മേധാവിയിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടുന്ന സർട്ടിഫിക്കറ്റ്. സ്ഥാപന മേധാവിയിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഇതാണ്. അതും ഈ പറയുന്ന PDF തന്നെ ഉണ്ടാവും. ആ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാനായിട്ട് പറ്റുന്നതാണ്. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരവുമുണ്ട്. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഈ കാര്യങ്ങൾക്ക് അപേക്ഷിച്ചേക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് സ്കോഡ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒറ്റ ബാച്ചാണ് ഈ പറയുന്ന സ്കോഡ് ബാച്ച്. ഒറ്റ കോഴ്സിലൂടെ 5 ലക്ഷ്യങ്ങൾ നിങ്ങൾ കീഴടക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്കോഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ മക്കളെ. ബാച്ച് വളരെ വേഗത്തിൽ അവസാനിക്കും. ഇനിയും 50 സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ സീറ്റുകൾ നിങ്ങൾ പെട്ടെന്ന് ഉറപ്പിക്കുക. ഇത് പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ എന്ന് വരെയാണോ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉള്ളത് അന്ന് വരെ ഇവിടെ കൃത്യമായിട്ട് ഗൈഡൻസ് കാണും. നിങ്ങൾ നമ്മളുടെ കൂടെ തന്നെ പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ബാച്ചിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. വേറെ ഏതെങ്കിലും ബാച്ചിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ 30% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഡോക്യുമെന്റിന് വേണ്ടിയിട്ട് നേരെ ടെലഗ്രാമിൽ പോവുക. സൂപ്പർ റോഡ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.